മലപ്പുറം തിരൂർ മംഗലത്ത് തെരുവുനായ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. വളമരുതൂർ ഭാഗത്താണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റവർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ചില പ്രതികരണങ്ങൾ. വളമരുതൂർ അങ്ങാടിയിൽ നായ്ക്കളെ ഭയങ്കര ശല്യമുണ്ട്. പണിക്കാർ വരുമ്പോഴൊക്കെ ഓടിയെത്തി കടിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് 7 പേരേറ്റ കടിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഒക്കെ വാളൂരുള്ള തന്നെയാണ്. ഒരു കറുപ്പ് നായി എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പേരിൽ അവർ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പെട്ടെന്ന് നായ കടിച്ചുകൊണ്ട് വന്നതാണ്. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, ഈ മേഖലയിൽ തുടർച്ചയായി ഇങ്ങനെ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നതെന്ന് തോന്നുന്നു. അത്ര വ്യക്തമല്ലായിരുന്നു എങ്കിലും ആ മേഖലയിൽ തെരുവ് നായ ആക്രമണം ഒരു സ്ഥിരം സംഭവമാണോ? ഇന്നെന്താണ് സംഭവിച്ചത്? വിജയകുമാർ, തെരുവുനായ ശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശമാണ് വളമരുതൂർ എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വളമരുതൂർ ദുർഗാക്ഷേത്രത്തിന് സമീപമാണ് ഇന്ന് വൈകുന്നേരം 7 മണിയോട് കൂടി തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 6 പേരെയാണ് തെരുവുനായ ആക്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ക്ഷേത്രത്തിലെ പൂജാരി അഭിലാഷ്, പ്രജീഷ്, നിറൻ, കൊൽക്കത്ത സ്വദേശി സുരാജ്, ഒപ്പം തന്നെ അജയൻ തുടങ്ങിയ ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ക്ഷേത്ര പൂജാരി ക്ഷേത്രം നട അടച്ചതിനു ശേഷം വീട്ടിലേക്ക് പോകാനായി സ്കൂട്ടറിൽ കയറുന്ന സമയത്ത് വന്ന് തെരുവുനായ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കൊൽക്കത്ത സ്വദേശിയുടെ പരിക്ക് സാരമുള്ളതാണ് എന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ പരിക്കേറ്റവർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. വാളമരുതൂർ ഭാഗത്ത് ആക്രമണം അത് അവിടെ സ്ഥിരം സംഭവമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആരും അതിൽ ഒരു ഇടപെടലും നടത്തുന്നില്ല എന്ന വിമർശനവും ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.